കവർ സ്റ്റോറി. മോദി പ്രഭാവം, കരിന്തിരി കത്തിയ തെരഞ്ഞെടുപ്പ്. എ. റഷീദുദ്ദീൻ. നരേന്ദ്രമോദി വീണ്ടും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ആവാനും ആവാതിരിക്കാനും സാധ്യതയുള്ളതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. മറ്റുള്ള പാർട്ടികളുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചവരെ പോലും ഓപ്പറേഷൻ താമര എന്ന കുതിരക്കച്ചവടത്തിലൂടെ BJPക്ക് റാഞ്ചിയെടുക്കാമെങ്കിൽ തെലുഗുദേശത്തിനെയും JDUവിനെയുമൊക്കെ ഇന്ത്യാ സഖ്യത്തിനൊപ്പം നിർത്താനാവേണ്ടതാണ്. സ്വാഭാവികമായും മോദിയും മാധ്യമങ്ങളും ചേർന്ന് വലിയൊരു നിലവിളി ശബ്ദം പുറത്തുവിടുമായിരിക്കും. പക്ഷേ അതൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം കണ്ടുകൊണ്ടിരുന്ന ചാണക്യതന്ത്രങ്ങൾ. ഇനി കുറച്ചുകാലം മറ്റുള്ളവരും ഒരു കൈ നോക്കട്ടെ. അന്തിമമായ തീരുമാനം വരുന്നതിനു മുമ്പേ തന്നെ ഞാൻ ജയിച്ചേ എന്ന മട്ടിലായിരുന്നു മോദിയുടെ സ്റ്റേജിൽ കയറിയുള്ള പ്രകടനങ്ങൾ. പരാജയപ്പെട്ട യുദ്ധത്തിലെ പരിഹാസ്യനായ നായകനായിരുന്നു മോദി. ഇനിയൊരു വ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം ആ വിഗ്രഹം വീണുടയുകയും ചരിത്രത്തിലെ ഏറ്റവും നെറികെട്ട പ്രധാനമന്ത്രിയായി മോദി മാറുകയും ചെയ്തു. NDAക്ക് 400-നു മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന് അവരിലെ ഏറ്റവും കടുത്ത ശുഭാപ്തി വിശ്വാസി പോലും കരുതിയിട്ടുണ്ടാവില്ല. ഗോദി മാധ്യമങ്ങളുടെയും എക്സിറ്റ് പോൾ പണ്ഡിറ്റുകളുടെയും പകൽക്കിനാവായിരുന്നു അത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ത്യാ സഖ്യം അധികാരത്തിലേറുമെന്ന് പ്രതീക്ഷിച്ചവരുടെ കാര്യവും. യാഥാർത്ഥ്യബോധത്തേക്കാൾ ഒരൽപ്പം താഴെയായിരുന്നു അതിൻ്റെ സാധ്യതകൾ. ദുർബലമായ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരുന്നതിനെയാണ് രാജ്യം ഭയപ്പാടോടെ നോക്കിയിരുന്നത്. ദുർബലനായ മോദി നയിക്കുന്നത്, അല്ലെങ്കിൽ മോദിയല്ലാത്ത വേറൊരു പ്രധാനമന്ത്രിയെ RSS തെരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് വലിയൊരളവിൽ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു. NDA സഖ്യത്തിൻ്റെ ലീഡ് കുറയുമെന്ന പ്രവചനങ്ങളായിരുന്നു സത്യം. എതിരാളികൾക്ക് ഒരു അജണ്ടയും സൃഷ്ടിച്ചു കൊടുക്കാനാവാതെ അവരുയർത്തുന്ന വാദങ്ങൾക്ക് മറുപടിയുമായി നാട് മുഴുക്കെ ഓടി നടക്കുന്ന മോദിയെയാണ് രാജ്യം കണ്ടത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന് വോട്ട് വാരാനുണ്ടായിരുന്ന ഒരേയൊരു മാർഗം. മോദിക്കു ചുറ്റും ഗോദി മീഡിയ സൃഷ്ടിച്ചെടുത്ത പ്രഭാവലയം കരിന്തിരി കത്തുന്നതും സോഷ്യൽ മീഡിയയിൽ മോദി മുമ്പൊരിക്കലുമില്ലാത്ത വിധം ചോദ്യം ചെയ്യപ്പെടുന്നതും രാജ്യം കണ്ടു. മോദിയുടെ റാലികളിൽ ആർത്തു വിളിക്കുന്ന പഴയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. പാമരന്മാരായ വോട്ടർമാരെ വഞ്ചിക്കാനായി ദൈവമാണ് തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയതെന്നും സാധാരണ മനുഷ്യന്മാരുടേതുപോലെയുള്ള ജീവശാസ്ത്രപരമായ ജനനമല്ല തൻ്റേതെന്നു പോലും നരേന്ദ്രമോദി തള്ളിമറിച്ചു. സാധ്യമായ എല്ലാ കൃത്രിമവും നടത്തിയതിനു ശേഷമാണ് BJPക്ക് ഇപ്പോഴത്തെ സീറ്റുകൾ കിട്ടിയതെന്ന് മറക്കരുത്. പ്രതിപക്ഷ പാർട്ടികളെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒതുക്കിയതിനു ശേഷമാണ് അവർ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. EDക്കും CBIക്കുമൊക്കെ ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് BJP ആസ്ഥാനത്തു നിന്നാണോ എന്നുപോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് അസാധാരണമായ നടപടിയായിരുന്നു. ഡൽഹിയിലും ജാർഖണ്ഡിലും മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തതിനു പിന്നിൽ ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ബൂത്ത് ഏജന്റുമാരെയും കൗണ്ടിംഗ് ഏജന്റുമാരെയുമൊക്കെ മറ്റു പാർട്ടികൾക്കകത്ത് തിരുകിക്കയറ്റിയും പോളിംഗ് ഓഫീസർമാർ മുതൽ ബൂത്തിന് കാവൽ നിൽക്കുന്ന സുരക്ഷാ ഭടന്മാർ വരെ RSS കേഡറിൽ നിന്ന് കണ്ടെത്തിയും EVMകൾ സൂക്ഷിക്കുന്നിടത്ത് ഭരണമുള്ള സംവിധാനങ്ങളിൽ സാധ്യമായ എല്ലാ കൃത്രിമങ്ങൾക്കും വഴിയന്വേഷിച്ചുമൊക്കെയാണ് അവർ ഇത്രയും സീറ്റുകൾ നേടിയത്. ഗോദി മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയിലൂടെ എതിരാളികളെക്കുറിച്ച വാർത്തകൾ ഒന്നുകിൽ വളച്ചൊടിച്ചും അല്ലെങ്കിൽ പൂർണ്ണമായി തമസ്കരിച്ചും പ്രതിപക്ഷ ശബ്ദം ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ഭീരുക്കളായിരുന്നു BJPക്കാർ. യൂട്യൂബർമാരെ വരെ അറസ്റ്റ് ചെയ്യാനും ഭീഷണിപ്പെടുത്താനും നീക്കങ്ങൾ നടന്നു. ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിരുന്നു ഇത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണോ അതോ BJP ഓഫീസിലെ വല്ലവരുമാണോ എന്നുപോലും തോന്നുന്ന രീതിയിൽ പക്ഷപാതപരമായ നിലപാടുകളാണ് രാജ്യം കണ്ടുകൊണ്ടിരുന്നത്. വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമത്തെക്കുറിച്ച് പരാതിപ്പെടുന്നവർ ലക്ഷങ്ങൾ കെട്ടിവെക്കണമെന്ന തീർത്തും ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങൾ പോലും കമ്മീഷൻ കൈക്കൊണ്ടു. മുൻകാലങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരത്തോടെ അറിയാൻ കഴിഞ്ഞിരുന്ന പോളിംഗ് ശതമാനം ദിവസങ്ങളോളം വൈകിച്ചതിന് കൃത്യമായ ഒരു കാരണം പറയാൻ കമ്മീഷനു കഴിഞ്ഞില്ല. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ആദ്യത്തെ 2 ഘട്ടങ്ങളിലെ ശതമാനക്കണക്കുകൾ ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തുവിട്ടപ്പോൾ ആദ്യ ദിവസത്തേതും പുതിയതും തമ്മിൽ 1,07,00,000 വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. 6 മുതൽ 7% വരെ വ്യത്യാസമുള്ള മണ്ഡലങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്.
സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു വിശദീകരണവും ഇക്കാര്യത്തിലില്ല. കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേറിയാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതം വെക്കുമെന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദിക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കേണ്ടി വന്നപ്പോൾ ഇതാദ്യമായി എല്ലാ പാർട്ടികളുടെയും പ്രസിഡന്റുമാരോട് വിശദീകരണം തേടുന്ന ഒരു പുതിയ കീഴ്വഴക്കത്തിനാണ് കമ്മീഷൻ തുടക്കമിട്ടത്. മോദിക്കെതിരെ പരാതി ഉയർന്ന 27 പ്രസംഗങ്ങളിൽ ഒന്നുപോലും വർഗീയമോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ലംഘിക്കുന്നതോ ആയി കമ്മീഷന് ബോധ്യപ്പെട്ടിരുന്നില്ല. മോദി തുടരുമോ ഇല്ലേ? അധികാരമോഹിയും സ്വേച്ഛാധിപതിയുമായ മോദിയെ ജനം തിരിച്ചറിഞ്ഞ ആദ്യത്തെ തെരഞ്ഞെടുപ്പായി ഇത് മാറി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ പൊളിച്ചടുക്കാൻ പറ്റിയ ഡസൻ കണക്കിന് വിഷയങ്ങൾ രാജ്യത്തുണ്ടായിരുന്നത് ഗോദി മാധ്യമങ്ങൾ മറച്ചുപിടിച്ചിട്ടും അവ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടിട്ടും പൊതുജനം സ്വന്തം വഴികളിലൂടെയാണ് സത്യം തിരിച്ചറിഞ്ഞത്. കൃത്രിമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ NDA സഖ്യം 200 സീറ്റ് പോലും കടക്കുമായിരുന്നില്ല എന്നതാണ് വസ്തുത. സ്വയം അവതാരമായി പ്രഖ്യാപിച്ച മോദിയുടെ മുഖവും മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവും വാരാണസിയിലെ വോട്ടർമാരെ പോലും ആകർഷിച്ചില്ല. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന അസംബന്ധ ജടിലമായ തലക്കെട്ടുകൾ തെരഞ്ഞെടുപ്പ് ചർച്ചയെ ഏതു വഴിയിലൂടെയാണ് BJP ആട്ടിത്തെളിച്ചു കൊണ്ടിരുന്നതെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും അത്രയൊന്നും തെമ്മാടികളല്ല തങ്ങളെന്ന് ഇന്ത്യൻ വോട്ടർമാർ കൃത്യമായ നിലപാടെടുത്തു. ഒരിക്കലും കുലുങ്ങില്ലെന്ന് കരുതിയ കോട്ടകളിലാണ് BJP പരാജയപ്പെട്ടത്. 2019 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ 80-ൽ 62 സീറ്റുകൾ നേടിയ പാർട്ടി 35-ലേക്ക് വീണു. ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും കൈയടക്കി വെച്ച പാർട്ടിക്ക് ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. പശു ബെൽറ്റിൽ കയറുന്ന സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്നോ ബംഗാളിൽ നിന്നോ ആയിരുന്നു നികത്തേണ്ടിയിരുന്നത്. അത് സംഭവിച്ചതുമില്ല. കേരളത്തിൽ അക്കൗണ്ട് തുറന്നെങ്കിലും 39 സീറ്റുകളിലും തമിഴ്നാട് BJPയെ തൂത്തെറിഞ്ഞു. AIDMK ചരിത്രത്തിലേ ഇല്ലാതായി. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രം വിജയിച്ച കർണാടകയിലെ 28 സീറ്റുകളിൽ ഇത്തവണ 10 കോൺഗ്രസ് നേടി. ആന്ധ്രയിൽ BJP ചരിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ചന്ദ്രബാബു നായിഡുവാണ് NDAയെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ശിവസേന, കോൺഗ്രസ്, NCP സഖ്യത്തിൽ പ്രകടമായ വിള്ളലുകളുണ്ടായിട്ടും മഹാരാഷ്ട്രയിൽ BJPക്കത് നേട്ടമാക്കാൻ കഴിഞ്ഞില്ല. അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയുമൊക്കെ BJPക്ക് കൊണ്ടുവരുമെന്ന് അമിത്ഷാ സ്വപ്നം കണ്ട സീറ്റുകൾ കടലാസിലൊതുങ്ങി. കഴിഞ്ഞ തവണ നിറം മങ്ങിയ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും കോൺഗ്രസ് നേരിയ തോതിൽ നില മെച്ചപ്പെടുത്തി. തൂത്തുവാരിയ രാജസ്ഥാനിലും ഹരിയാനയിലും പകുതിയോളം സീറ്റുകളിൽ കോൺഗ്രസ് തിരിച്ചെത്തി. പഞ്ചാബിൽ BJP വട്ടപൂജ്യത്തിലേക്ക് കൂപ്പുകുത്തി. 49-ൽ 30 വരെ കിട്ടുമെന്ന് BJP വീമ്പിളക്കിയ ബംഗാളിൽ എതിരാളികൾക്കാണ് 30 സീറ്റുകൾ കിട്ടിയത്. ബീഹാറിൽ നിതീഷിൻ്റെ ജനതാദൾ യുണൈറ്റഡ് അപ്രതീക്ഷിതമായ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും BJP പിന്നാക്കം പോയി. JDUവിൻ്റെ നിലപാട് BJPക്ക് ഒപ്പമാണോ അല്ലേ എന്നതിൽ ഒരു കൃത്യതയും ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. അസമിൽ BJP കൂടുതൽ സീറ്റുകൾ നിലനിർത്തിയെങ്കിലും കോൺഗ്രസ് 3 സീറ്റുകൾ തിരിച്ചുപിടിച്ചു. പാർട്ടി രൂപീകരണത്തിനു ശേഷം ഇതാദ്യമായി ബദറുദ്ദീൻ അജ്മലിൻ്റെ UDF അസമിലെ ഏക സീറ്റിൽ തോറ്റു. ശേഷിച്ച വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ കലാപം സ്വാധീനിച്ചു എന്നതാണ് ഇതുവരെ പുറത്തുവന്ന ഫലങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ തവണ ഈ മേഖലയിലെ 25-ൽ 19 സ്വന്തമാക്കിയ NDA സഖ്യത്തിൽ നിന്നും 6 കോൺഗ്രസ് പിടിച്ചുവാങ്ങിയത്. BJP ഒറ്റയ്ക്ക് ജയിക്കുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കസേര തെറിക്കുമെന്നാണ് 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമലോകത്ത് ഉയർന്നുകേട്ട പ്രധാനപ്പെട്ട ഗോസിപ്പുകളിൽ ഒന്ന്. ഇനി അത് സംഭവിക്കുമോ എന്നാണ് രാജ്യത്തിന് അറിയേണ്ടത്. RSS മോദിയുമായി അകന്നതായും പാർട്ടിക്കകത്ത് മോദി അമിത്ഷാ സർവാധിപത്യത്തിനെതിരെ മുറുമുറുപ്പ് ഉയരുന്നതായും ചില കിംവദന്തികൾ മാധ്യമപ്രവർത്തകരെ തേടിയെത്തിയിരുന്നു. ബിസിനസ് മേഖലയിലും നീതിപീഠത്തിലുമൊക്കെ അസംതൃപ്തി പുകയുന്നുണ്ടായിരുന്നുവത്രേ. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപകരുടെ ഉത്സാഹം അടിക്കടി താഴേക്ക് വന്നതിനു പിന്നിലും അദാനി, അംബാനി, മോദി കൂട്ടുകെട്ടിനെതിരായ നീക്കങ്ങളുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. പാർട്ടിയിലും RSSലും ചില ഉപജാപക സംഘങ്ങൾ മോദിക്കെതിരെ ചരടുവലികൾ ശക്തമാക്കിയതിൻ്റെ സൂചനകൾക്കിടയിലായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. BJP പരാജയഭീതിയിലേക്ക് ആഴ്ന്നിട്ടുണ്ടെന്നും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനും തോറ്റാൽ ഭരണഘടനയെ തന്നെ മറികടക്കാനും നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും അവരുടെ ഓരോ ചുവടുവെപ്പിലും കാണാനുണ്ടായിരുന്നു. പാർലമെൻറ്റിനു ചുറ്റും പട്ടാളം അണിനിരന്നു.
പ്രചാരണ രംഗത്ത് BJPക്ക് മേൽക്കൈ നൽകിയ ഘടകം വർഗീയത മാത്രമായിരുന്നു. ഇക്കുറി പക്ഷേ അതത്ര എളുപ്പത്തിൽ വിറ്റുപോയില്ല. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം വലിയ നേട്ടമായി കൊട്ടിഘോഷിച്ച പാർട്ടിക്ക് രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ഇക്കുറി ജയിക്കാനായില്ല. ദ്വാരകാപുരിയിൽ നരേന്ദ്രമോദി നടത്തിയ ജലസമാധിയും വോട്ടുകളായി മാറിയില്ല. ഫൈസാബാദിൽ സമാജ്വാദി പാർട്ടിയോട് തോറ്റ സിറ്റിംഗ് MP ലല്ലു സിംഗ് രാമക്ഷേത്ര പ്രസ്ഥാനവുമായി സജീവ ബന്ധം പുലർത്തിയ നേതാവാണ്. മോദിയുടെ സ്വന്തം ഗുജറാത്തിൽ 10 വർഷങ്ങൾക്കു ശേഷം ഇതാദ്യമായി കോൺഗ്രസിന് ഒരു സീറ്റിൽ ജയിക്കാനായി. മധ്യപ്രദേശ് മാത്രമാണ് BJPയെ വാരിപ്പുണർന്ന വലിയ സംസ്ഥാനം. 2019 കമൽനാഥിൻ്റെ മണ്ഡലമായ ചിന്ദ്വാഡയിൽ ജയിക്കാനായ കോൺഗ്രസ് ഇത്തവണ ആ സീറ്റും BJPക്ക് അടിയറ വെച്ചു. ത്രസിപ്പിക്കുന്ന കുറേ ജയങ്ങളും പരാജയങ്ങളുമുണ്ട്. മഹുവ മൊയ്ത്രയുടേതാണ് എടുത്തു പറയേണ്ടത്. പാർലമെൻറ്റിൽ നിന്ന് അൺപാർലമെൻ്ററി തന്ത്രങ്ങളിലൂടെ മോദി പുറത്താക്കിയ മഹുവ ഉജ്ജ്വലമായി തിരിച്ചു വന്നു. മറുഭാഗത്ത് വാരാണസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. 3.5 ലക്ഷം വോട്ടർമാരാണ് ഇത്തവണ മോദിയെ തള്ളിപ്പറഞ്ഞത്. അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി ഭൂമി കുലുക്കി നടന്ന സ്മൃതി ഇറാനി അമേഠിയിൽ 1 ലക്ഷത്തിലേറെ വോട്ടിന് തോറ്റു. വയനാട്ടിൽ മത്സരിച്ചതിന് ശേഷവും രാഹുൽ ഗാന്ധിക്ക് 3.8 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം നൽകി റായ്ബറേലി സോണിയാഗാന്ധിയോടും കോൺഗ്രസിനോടുമുള്ള കൂറ് ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. കർഷക പ്രക്ഷോഭത്തിൽ കുറ്റകരമായ പങ്കുവഹിച്ച അജയ് മിശ്ര ലഖിംപൂരിലും മുസഫർനഗർ കലാപത്തിലെ തലച്ചോറുകളിലൊന്നായ സഞ്ജയ് ബാലിയൻ സ്വന്തം തട്ടകത്തിലും പരാജയം ഏറ്റുവാങ്ങി. UPയും ബീഹാറും. അബ് കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യമാണ് മറ്റെല്ലാറ്റിനേക്കാളും BJPക്ക് UPയിൽ വിനയായത്. ഹിന്ദി മാധ്യമങ്ങൾ ഈ മുദ്രാവാക്യത്തെ വല്ലാതെ പ്രചരിപ്പിച്ചിരുന്നു. BJP 400 സീറ്റുകൾ ലക്ഷ്യമിടുന്നത് ഭരണഘടന തിരുത്താനാണെന്നും അതുവഴി സംവരണം ഇല്ലാതാവുമെന്നും പ്രതിപക്ഷം പ്രചരിപ്പിച്ചതോടെ മോദി തന്നെ 400 എന്ന കടമ്പയെ തള്ളിപ്പറഞ്ഞു. പിന്നാക്ക ദലിത് വിഭാഗങ്ങളുടെ സംവരണത്തിനു വേണ്ടി താൻ അവസാന ശ്വാസം വരെ നിലകൊള്ളുമെന്ന് പരസ്യമായി മോദിക്ക് പറയേണ്ടി വന്നു. ദരിദ്ര പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി കോൺഗ്രസും SPയും മുന്നോട്ടുവച്ച മുദ്രാവാക്യങ്ങളും തൊഴിലില്ലായ്മയെക്കുറിച്ച അഖിലേഷ് രാഹുൽ കൂട്ടുകെട്ടിൻ്റെ ശക്തമായ പ്രചാരണവും യുവാക്കൾക്കിടയിൽ വലിയ ഓളമുണ്ടാക്കി. രാമക്ഷേത്ര നിർമ്മാണം കൊണ്ട് UP പിടിക്കാമെന്ന അമിത പ്രതീക്ഷയിലായിരുന്നു BJP. പക്ഷേ ആദ്യത്തെ 2 ഘട്ട വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ മോദിക്ക് ഗ്യാരണ്ടിയും രാമക്ഷേത്രവും രണ്ടും ഗുണം ചെയ്യുന്നില്ലെന്ന തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തിപ്പെട്ടു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ അടിസ്ഥാന മുദ്രാവാക്യത്തിലേക്ക്, അതായത് ഹിന്ദു മുസ്ലിം വർഗീയതയിലേക്ക് തിരികെ പോകാനുണ്ടായ കാരണം. സംസ്ഥാനത്തെ ഓരോ 5 വോട്ടർമാരിലും ഒരാൾ വീതം ദലിതനാണെന്നാണ് കണക്ക്. മായാവതിയുടെ വോട്ട് ബാങ്കായിരുന്ന ജാട്ടവുകൾ വിധിനിർണായക ശക്തിയായ 17 മണ്ഡലങ്ങളാണ് UPയിലുള്ളത്. ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കാഴ്ചവെച്ച പ്രകടനം ഇത്തവണ BJPക്ക് നിലനിർത്താനായിട്ടില്ല. സമാജ്വാദി പാർട്ടിയാണ് ഇക്കുറി ദലിത് മേഖലയിൽ നേട്ടം കൊയ്തത്. ദലിത് നേതാവായ ചന്ദ്രശേഖർ രാവൺ നഗീനയിൽ 50,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചു കയറിയത് ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെയാണ്. ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാനത്ത് തകർന്നടിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. സംസ്ഥാനത്തെ പുതിയ ദലിത് നേതാവായി മാറുകയാണ് ഇതോടെ ചന്ദ്രശേഖർ. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായത് ബീഹാറിലെ സീറ്റുകളാണ്. 40-ൽ 10 മാത്രമാണ് അവർക്ക് ലഭിച്ചത്. ഇതായിരുന്നില്ല RJD കോൺഗ്രസ് സഖ്യം പ്രതീക്ഷിച്ചത്. ബീഹാറിൽ നരേന്ദ്രമോദിക്ക് ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒന്നും പറയാനുണ്ടായിരുന്നില്ല. വീട്ടിൽ കയറി അടിക്കുമെന്ന പഴയ ബാലക്കോട്ട് വീരവാദം പോലും മോദി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തേജസ്വി യാദവിൻ്റെ റാലികളിൽ ആൾക്കൂട്ടം ഇരച്ചെത്തുന്നതായിരുന്നു കാഴ്ച. പ്രത്യേകിച്ചും യുവാക്കൾ. മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് 4.5 ലക്ഷം തൊഴിലവസരങ്ങളാണ് തേജസ്വി സൃഷ്ടിച്ചത്. ഈ സംസ്ഥാനത്തുകൂടെ യാത്ര ചെയ്ത മിക്ക മാധ്യമപ്രവർത്തകരും നിതീഷിൻ്റെ നഷ്ടപ്പെട്ട ജനപിന്തുണയെക്കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. തെറ്റായിരുന്നു പക്ഷേ ഈ നിഗമനങ്ങൾ. ബീഹാറിലെ ദലിത് MBC വോട്ടു ബാങ്കിലേക്ക് ഇന്ത്യ സഖ്യത്തിന് കടന്നു കയറാനായിട്ടില്ല. അവിടെ നിതീഷും ചിരാഗ് പാസ്വാനും മാഞ്ചിയും ഉപേന്ദ്ര കുശവാഹയും ഇപ്പോഴും ആധിപത്യം തുടരുകയാണ്. നിതീഷിൻ്റെ സമുദായക്കാരനായ കുർമി സ്ഥാനാർത്ഥിക്ക് RJD സ്വന്തം കോട്ടയിൽ നിന്നുള്ള സീറ്റ് നൽകിയും
മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുത്തും യാദവ് മുസ്ലിം രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ പരിമിതികളെ മറികടക്കാനും കുറെ കൂടി വിശാലമായ പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളിലേക്ക് കടന്നുകയറാനും ഇന്ത്യാ സഖ്യം ശ്രമിച്ചിരുന്നു. പക്ഷേ വിജയിച്ചില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CSDS നടത്തിയ സർവേയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പണപ്പെരുപ്പവും ഇലക്ടറൽ ബോണ്ട് അഴിമതിയുമൊക്കെ സർക്കാരിനെതിരെ ജനവികാരമുയർത്തുന്നതായാണ് കണ്ടെത്തിയത്. മോദി തൻ്റെ ഭരണത്തെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങൾ തരിമ്പ് പോലും ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ടായിരുന്നില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനെ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ ഭയപ്പെടുത്തുക മാത്രമാണ് പ്രധാനമായും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ താലിമാല അടിച്ചുമാറ്റി മുസ്ലിങ്ങൾക്ക് കൊടുക്കും. അദാനിയും അംബാനിയും ചേർന്ന് കോൺഗ്രസിൻ്റെ ടെമ്പോ വാനുകൾ നിറയെ പണം എത്തിക്കുന്നുണ്ട്. ഖജനാവിൻ്റെ സ്വത്ത് മുഴുവനും കോൺഗ്രസ് നുഴഞ്ഞുകയറ്റക്കാരും അട്ടിപ്പേറുകാരുമായ മുസ്ലിങ്ങൾക്ക് നൽകും. അധികാരത്തിലേറുന്ന കോൺഗ്രസ് സ്പോർട്സ് മേഖലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കും. കോൺഗ്രസ് തനിക്കെതിരെ ഒരു പ്രത്യേക സമുദായത്തെ ഉപയോഗിച്ച് വോട്ട് ജിഹാദ് നടത്തുന്നു. കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും വേണ്ടി പാകിസ്ഥാനിൽ പ്രാർത്ഥന നടക്കുന്നു. ഇതൊക്കെയായിരുന്നു മോദിയുടെ ദുർഭാഷണങ്ങളുടെ തലക്കെട്ടുകളായി മാറിയത്. സൂക്ഷ്മവായനയിൽ ഏക സിവിൽ കോഡ്, BJPയുടെ കോർപ്പറേറ്റ് ചങ്ങാതത്തിന് മറുപടി, മുസ്ലിം ജനസംഖ്യാ വർധനവ്, മുസ്ലിം സംവരണം, പാകിസ്ഥാൻ വിരുദ്ധത എന്ന മുസ്ലിം പേടി, ഇതൊക്കെയാണ് തൻ്റെ വാക്കുകളിലൂടെ രാജ്യത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന അടിയൊഴുക്കുകൾ. കോൺഗ്രസ് വന്നാൽ രാമക്ഷേത്രം പൊളിക്കുമെന്ന് പോലും മോദി പ്രസംഗിച്ചു. രാമക്ഷേത്രത്തെ എതിർക്കുന്നവരുടെയും തകർക്കുന്നവരുടെയും പട്ടികയിൽ പ്രതിപക്ഷത്തെ നിർത്തുന്ന ഈ പ്രസംഗങ്ങൾ ഏറ്റുപിടിക്കാൻ വല്ലാതെയൊന്നും ആളുണ്ടായില്ല. അതേസമയം മോദിയുടെ പ്രസംഗങ്ങൾക്ക് ഒരു മറുവശമുണ്ടായിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കാർപ്പറ്റ് ബോംബിംഗ് പോലെ ഒരു പ്രദേശത്തും വാർഡുകൾ തിരിച്ച് വർഗീയതയുടെ വിഷം തളിക്കാൻ സഹായകരമായ രീതിയിലായിരുന്നു UPയിലും ബീഹാറിലും മണ്ഡലങ്ങളെ തരംതിരിച്ചത്. അതുമാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ പിടിച്ചു നിർത്തിയ ഘടകം. എന്തു ചെയ്യും മോദി? NDAക്കും ഇന്ത്യാ സഖ്യത്തിനും ഗവൺമെൻറ്റുണ്ടാക്കാനുള്ള സാധ്യതകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരേപോലെ ബാക്കിയാക്കുന്നുണ്ട്. ഇന്ത്യാ സഖ്യത്തെ പിളർത്താൻ അമിത്ഷാ ശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശിവസേനയും തൃണമൂലുമാണ് ഇക്കാര്യത്തിൽ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാനിടയുള്ളത്. എന്നാൽ അതേ സാഹചര്യം NDAയിലുമുണ്ട്. JDUവും TDPയും മാറി ചിന്തിക്കാൻ നല്ല സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. നായിഡുവിനെ EDയെ വിട്ടു പേടിപ്പിച്ചാണല്ലോ അമിത്ഷാ NDAയിൽ എത്തിച്ചത്. 2 ദിനോസറുകളുടെ ജുറാസിക് പാർക്കായി മാറിയ NDA മുന്നണി പുകയുന്ന അഗ്നിപർവ്വതമാണെന്നും മോദി ഷാ കൂട്ടുകെട്ട് BJPയുടെ MPമാർക്ക് പോലും അസഹ്യമായി മാറിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല NDAയുടെ ചരിത്രമറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും പെട്ടെന്നൊന്നും അതിലേക്ക് ചേർക്കേറാനിടയില്ല. നേതാക്കളെ കൂടെ നിർത്തി അവരുടെ വോട്ട് ബാങ്കുകളെ വിഴുങ്ങുന്ന BJPയുടെ ശൈലിക്ക് എന്തിന് അറിഞ്ഞുകൊണ്ട് തലവെച്ചു കൊടുക്കണം? ഇനി മോദി തന്നെയാണ് പ്രധാനമന്ത്രിയാവുന്നതെന്ന് വെക്കുക. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കാതെയും പ്രതിപക്ഷ നേതാവില്ലാതെയുമൊക്കെ അടുത്ത 5 വർഷക്കാലം മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നതാണ് ദുർബലനായ മോദി നേരിടാൻ പോകുന്ന യാഥാർത്ഥ്യം. ഗഡ്കരിക്കോ മറ്റോ ആണ് അടുത്ത നറുക്കു വീഴുന്നതെങ്കിൽ മോദിയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഭീമാകാരം പൂണ്ട ഉപജാപക വർത്തക സംഘവും എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടിയും പറയാനാവില്ല. NDA സഖ്യം സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എത്ര കണ്ട് RSS അജണ്ടകളുടെ ഒപ്പം നിൽക്കുമെന്നത് കണ്ടറിയണം. എതിരാളികളെ പിളർത്തിയും കേസിൽ കുടുക്കിയുമൊക്കെ മുന്നോട്ടു പോകുമ്പോൾ തൻ്റെ പന്തിയിലും ഇതൊക്കെ ഏത് നിമിഷവും സംഭവിച്ചേക്കുമെന്ന ഉൾഭയവും 3ാം NDA സർക്കാരിനുണ്ടാവുമെന്നതിൽ തർക്കമില്ല. ഇനി രണ്ടാമത്തെ ചിത്രം സങ്കല്പിച്ചു നോക്കൂ. നിതീഷിനെയും നായിഡുവിനെയും ഒപ്പം നിർത്തുന്നതിൽ ഇന്ത്യാ സഖ്യം വിജയിച്ചു എന്ന് കരുതുക. മൂടിവെച്ച 10 വർഷത്തിൻ്റെ ദുർഭരണത്തിൻ്റെയും അഴിമതികളുടെയും ചരിത്രം പുറത്തുവരാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും മോദി?